എല്ലാരും കരുതി എന്താണെന്നറിയാമോ? 30 വെള്ളിക്കാശ് വാങ്ങിച്ചവൻ ഈ 30 വെള്ളിക്കാശും കൊണ്ട് രക്ഷപ്പെടും. ഒറ്റിക്കൊടുക്കപ്പെട്ടവൻ ക്രൂശിൽ തൂങ്ങും. നിങ്ങൾക്കറിയാമോ, 24 മണിക്കൂറിനുള്ളിൽ സിസ്റ്റം തിരിഞ്ഞു. ക്രൂശിൽ തൂങ്ങിയവനെ ക്രൂശിൽ ഇറക്കി, നന്മ മേടിച്ചവനെ മരത്തെ തൂക്കി. ഇന്ന് രാത്രി ആരോടൊക്കെയോ കർത്താവ് പറയുക, നിനക്കെതിരെ തന്ത്രം ആവിഷ്കരിച്ചതിന്, നിനക്കെതിരെ പദ്ധതി കൊണ്ടവന്, നിന്നെ കുരുക്കാൻ, നിന്നെ തകർക്കാൻ, നിന്നെ ഉന്മൂലനാശനം ചെയ്യുവാൻ പദ്ധതി ആവിഷ്കരിച്ചവന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് ഇന്നിന്റെ ദൂത, ഇത് ഈ സഭയ്ക്കുള്ള ദൂത, ഇത് ഇവിടുത്തെ അഭിഷക്ത കുടുംബത്തിനുള്ള ദൂത. ഈ ദൂതി ആരാധിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയതാ. നിന്നെ തകർക്കുവാൻ പദ്ധതി ആവിഷ്കരിച്ചവര് നിനക്കിട്ട അതേ തകർച്ചയിലേക്ക് മടങ്ങിപ്പോയി നിന്നെ വലിച്ചു പുറത്തെടുക്കാൻ കഴിയുമോ? മൂന്നര വർഷം കൂടെ നടന്ന യൂദാസ് 30 വെള്ളിക്കാശിന് അരുമനാഥനെ ഒറ്റിക്കൊടുത്തു. ഇവന്റെ കയ്യിൽ 30 വെള്ളിക്കാശുണ്ട്, യൂദാസിന്റെ കയ്യില്. യേശു കർത്താവിന്റെ സ്തോത്രം പരസ്യകോലമായി നിർത്തുമ്പോൾ നാണയത്തൊട്ടുകൾ കൊണ്ട് അവന്റെ രോമങ്ങൾ പിഴുതെടുക്കുന്നു. രണ്ടുപേരും രണ്ട് സൈഡിൽ നിൽക്കുക. പരസ്യമായിട്ട് എല്ലാരും കരുതിയത് ഇങ്ങനെ, യേശുവിനെ ക്രൂശിൽ തൂക്കും, യൂദാസ് ഇതുകൊണ്ട് രക്ഷപ്പെടും. പക്ഷേ ദൈവഹിതമില്ലാതെ, ദൈവിക നിയോഗമില്ലാതെ, ദൈവിക പദ്ധതിക്കെതിരെ ചലിച്ചു വാങ്ങുന്ന നന്മകളൊന്നും നിലനിൽക്കത്തില്ല. 24 മണിക്കൂറിനുള്ളിൽ സിസ്റ്റം തിരിഞ്ഞു. ഞാൻ ആ ദൂത് ആവർത്തിക്കുന്നു. അടുത്ത 24 അവേഴ്സിനുള്ളിൽ നിനക്കെതിരെ കൊണ്ടുവന്നത് ചിലത് തിരിയാൻ പോരാ. നിനക്കെതിരെ ചെയ്ത മന്ത്രവാദം എവിടുന്ന് ഇറങ്ങിവിട്ടോ അതേ റൂട്ടിലേക്ക് തിരിയാൻ പോകും. ഇന്ത്യൻ പീനക്കുകളിൽ തിരുവരെ കാണാത്ത ദൈവത്തിൽ വാഗ്ദത്തമുള്ള നിനക്ക് വേണ്ടി കർത്താവ് സിസ്റ്റത്തെ തിരിക്കും. ക്രൂശിൽ കയറി ആരും ക്രൂശിൽ ഇറങ്ങിയിട്ടില്ല. ക്രൂശിനകത്തിട്ട് തകർത്ത ശരീരം മുഴുവൻ ഉഴുവുചാല് പോലെ കീറും. അവിടെ കിടന്ന് മരിക്കും, മരണം റിപ്പോർട്ട് ചെയ്യും. പിന്നെ നടക്കുന്ന സംഭവം, കഴുകൻ പക്ഷികൾ വന്ന് ഈ പച്ച മാംസത്തെ കൊത്തിപ്പറിക്കും. എന്നിട്ട് ആ അസ്ഥി കൂടെ വളർന്ന് താഴെ വീഴും. സിസ്റ്റം അതാ. പക്ഷെ വാഗ്ദത്തമുള്ളവന് വേണ്ടി സിസ്റ്റം തിരിയും. വാഗ്ദത്തമുള്ള നിനക്ക് വേണ്ടി നിയമം പൊട്ടും. വാഗ്ദത്തമുള്ള നിനക്ക് ഫേവറബിൾ ആയി ദൈവം ജനം സ്റ്റെപ്പ് എടുക്കാൻ പോകും. നിനക്ക് അനുകൂലമായി ദൈവം ജനം എടുക്കാൻ പോകുന്നു. ദൈവവുമായിട്ട് ബന്ധമുള്ള മൊർദെഖായിയെ നിനക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന കഴിവുകളും ഹാമാനിലേക്ക് തിരിക്കുവാൻ എനിക്ക് മണിക്കൂറുകൾ മതിയാണ്. വാഗ്ദത്തമുള്ള നിനക്ക് വേണ്ടി കൊണ്ടുവരുന്ന കുരുക്കുകളെ പൊട്ടിക്കാൻ എനിക്ക് മണിക്കൂറുകൾ മതി. യേശുവിന്റെ നാമത്തിൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ തിരുത്തപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ നിയമങ്ങൾ തിരുത്തപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ രേഖകൾ തിരുത്തപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് അനുകൂലമായി നിയമങ്ങൾ വരട്ടെ. യൂദാസ് ആ ക്രൂശെ തൊട്ടില്ല. തൊട്ടെങ്കിൽ ഇവൻ രക്ഷപ്പെട്ടാനെ. പക്ഷെ യൂദാസ് ഇത് തൊടാൻ മനസ്സ് കാണിക്കാതെ മാറി നിന്നപ്പോ ഇത് തൊടാൻ യോഗ്യതയില്ലാത്ത ഒരുത്തനെ കർത്താവ് രംഗത്ത് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഗബതയിൽ നിന്നും ഗോൽഗോഥയിലേക്ക് ഈ ക്രൂശും ചുമന്നുകൊണ്ട് പോകുന്ന വഴി വീണും എണീറ്റും കൊണ്ട് ദൈവപുത്രൻ തനിക്ക് ചുമക്കാൻ പറ്റാത്ത ഈ ഭാരവും വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതിനിടയിലേക്ക് യോഗ്യതയില്ലാത്ത ഒരുത്തൻ കയറി വരികയാ. അവന്റെ പേര് കുരനക്കാരനായ ശീമോൻ എന്ന. യൂദാസേ, കൂടെ നിന്ന നീ മാറി നിന്നാൽ ഇതുവരെ പിക്ചറിലില്ലാത്തവരെ ഞാൻ രംഗത്ത് കൊണ്ടുവരുന്നു. ആത്മാവ് സഭയ്ക്കുള്ള ദൂതമായി മാറുന്നത്. നിയമങ്ങൾക്ക് വേണ്ടി, ദൈവപദ്ധതികൾക്ക് വേണ്ടി കൂടെ നിന്നവർ അവസരം തേടിപ്പോയപ്പോൾ നിസാര ലാഭങ്ങൾക്ക് വേണ്ടി നിന്റെ കൈക്കീഴിൽ നന്മകൾ തേടി ആളുകൾ പോയപ്പോൾ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, കൈവിളിച്ചെഴുന്നേൽപ്പിക്കുന്നവരെ യൗവനക്കാരന് അവസരം കൊടുത്ത് വേദന കൊടുത്ത് പ്രസംഗിച്ച് തെളിയിച്ച് പുറത്തു വന്നവരെ നിസാര
കൂടെ നിന്നവൻ വഴിമാറിപ്പോയെങ്കിൽ കൂടെ നിൽക്കുന്ന യോഗ്യതയില്ലാത്ത ഒരുത്തന് അടിമത്തളത്തിനകത്ത് നിന്നു കാൽവരി ക്രൂശിനകത്തേക്ക് കൊണ്ടുവരുത്തി അവന്റെ തലമുറയുടെ ബന്ധനത്തെ പൊട്ടിച്ചെറിയപ്പെടുക. മൂന്നര വർഷം കൂടെ നിന്നവൻ കാണിക്കാത്ത മനസ്സ് യൂദയ്ക്ക് അപ്പോഴും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവനത് ചെയ്തില്ല. സ്തോത്രം. ആ പോകുന്ന വഴിക്ക് ഈ ക്രൂശ് ഒന്ന് ചുമക്കാനൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി, ഉത്തരവ് തൊട്ടാ മതി. കർത്താവെ തെറ്റുപറ്റി എന്നൊരു വാക്ക് പറഞ്ഞാൽ അവന്റെ പാപം പുറത്ത് അവനെ നിത്യതയിലേക്ക് എത്തിച്ചേരെ. കൂടെ സമശിക്ഷാവിധി കിടന്ന കള്ളനെ പോലും പറുദീസയിലേക്ക് കൊണ്ടുപോയ ദൈവത്തെ ഇവൻ അറിഞ്ഞില്ല. പക്ഷെ അത് അറിഞ്ഞൊരു തലമുറയുണ്ട്. അകത്ത് നിന്നവൻ ഇതിന് മനസ്സ് കാണിക്കാതെ കിടന്നപ്പോ പുറത്ത് കിടന്നവനെ അകത്ത് കൊണ്ടുവന്ന് കാണിക്കുന്ന ദൈവം. കാൽപ്പര്യമായ നിന്നെ നാൽപ്പതിനോട് ഒത്തിരി നിൽക്കുന്ന ദൈവം. അന്നൊരിക്കൽ ഫേവർ ഇന്ന് രാത്രിക്കാലം ചിലർക്ക് വേണ്ടി കൈമാറട്ടെ. നിന്റെ പട്ടണത്തിൽ ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കും. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കണം. ഗബതയ്ക്കും ഗോൽഗോത്തയ്ക്കും ഇടയ്ക്ക് ഇതുവരെ ഇല്ലാത്തൊരു മനുഷ്യൻ കയറി വരിക. അവൻ കുറേനക്കാരനായ ശീമോൻ, കാത് തുളയ്ക്കപ്പെട്ടവൻ. അവന്റെ തോളിൽ, അവന്റെ ഷോൾഡറിൽ ഒരു മുദ്രയുണ്ട്, അടിമ എന്ന മുദ്ര. പറഞ്ഞു കേട്ടിട്ടുള്ളതാ. കുറേനക്കാരനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാം, ഭയങ്കര ഹൈറ്റ് അവന്. അവന്റെ സ്കിന്ന് കണ്ടാൽ അറിയാം, അവന്റെ ഹൈറ്റും രൂപവും കണ്ടാൽ അറിയാം. അവന്റെ കാലിൽ ഒരു സൈൻ ഉണ്ട്, അവന്റെ തോളിൽ ഒരു സൈൻ ഉണ്ട്. 3 യഹൂദൻ കൂടുന്നതാ ഒരു കുറേനക്കാരൻ, അതുപോലെ ഹൈറ്റാ. അപ്പൊ യഹൂദന്മാരുടെ നടുവിൽ അവരെക്കാൾ ഹൈറ്റ് ഉള്ള ഒരുത്തൻ കയറി വരിക. ഇവൻ വരുന്നത് വയലിന്നാ. പകല് മുഴുവൻ അധ്വാനിച്ച് വീട്ടിൽ മക്കളെ കാണാൻ സന്തോഷത്തോടെ വീട്ടിൽ ചെന്ന് മക്കളുമായി സന്തോഷം അനുഭവിക്കാൻ വീട്ടിലേക്ക് തിടുക്കത്തോടെ പോകുന്ന വഴി ഇതിനിടയിലേക്ക് അവൻ കയറി വന്നു. അവൻ കയറി വന്ന വരവിൽ അവിടെ നിന്ന് അവന്റെ യജമാനൻ പറഞ്ഞു, ക്രൂശ് ചുമക്കാൻ പറഞ്ഞു. പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു യജമാനന്റെ കീഴിൽ അടിമയായി വിൽക്കപ്പെട്ടവനാ. അടിമയായി വിൽക്കപ്പെട്ടവനോട് ക്രൂശ് ചുമക്കാൻ പറഞ്ഞു. ക്രൂശ് എടുത്തവൻ തോളിലേക്ക് വെച്ചു. സ്തോത്രം. തോളിൽ വെച്ചപ്പോ അവൻ അറിഞ്ഞില്ല ജീവിതം മാറുകയാണ്. അവൻ തോളിലേക്ക് വെച്ചു. ചുമന്നുകൊണ്ട് ഇടാൻ പറ്റുന്നിടത്ത് അവൻ ചുമന്നുകൊണ്ട് കൊണ്ടിട്ടു. അവൻ നേരെ വീട്ടിലേക്ക് പോയി. ക്രൂശ് തോളിൽ വെച്ചപ്പോ, ക്രൂശ് ചുമന്നപ്പോ അറിഞ്ഞില്ല കുടുംബത്തിന്റെ കെട്ടുപൊട്ടുകയാണ്. ഈ രക്ഷ നീ ചുമക്കുമ്പോ, ഈ രക്ഷയ്ക്ക് വേണ്ടി, രക്ഷയുടെ സന്ദേശത്തിന് വേണ്ടി നീ നിൽക്കുമ്പോ, ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ നിന്നയെ നീ ചുമക്കുമ്പോ, നാട്ടുകാരും ചാർച്ചക്കാരും നീ പഠിക്കുന്ന സ്കൂളിൽ നിന്റെ സഹപാഠികളൊക്കെ നിന്നെ പരിഹസിക്കുമ്പോ, ആത്മാവ് ചിലരുടെ ജീവിതത്തെ ഇന്ന് തിരികെ. യൂദാസ് തൊടാൻ മനസ്സ് കാണിക്കാത്ത ക്രൂശ്, അവൻ തെരഞ്ഞെടുക്കാത്ത ആ മരക്കുരിശ് ശീമോൻ എടുത്ത് തോളിലേക്ക് വെച്ചു. ഒരു ചരിത്രകാരൻ പറഞ്ഞ്, സ്തോത്രം, എഴുതി, ഞാൻ വായിച്ച കാര്യം ഇതാ. സ്തോത്രം. യേശു കർത്താവ് ഈ ക്രൂശ് ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുമ്പോ പല പ്രാവശ്യം വീഴുന്നു. 13 പ്രാവശ്യം വീണു. 12 പ്രാവശ്യം വീണപ്പോ യേശു തന്നെ എഴുന്നേറ്റു. 13ാമത്തെ പ്രാവശ്യവും വേണമെങ്കിൽ യേശു കർത്താവിന് എഴുന്നേക്കാം. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവപുത്രനാ. തന്റെ ശക്തിയുള്ള വചനം കൊണ്ട് ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ദൈവമാ. ഏകദേശം 175ഓളം കിലോഗ്രാം ഭാരമുള്ള ഈ ക്രൂശ് ചുമക്കാൻ പറ്റും. പക്ഷേ 13ാമത്തെ തവണ യേശു വീഴുന്നത് തനിക്ക് വേണ്ടിയല്ല. ഒരുത്തൻ വയലിൽ കയറി വരുന്നുണ്ട്. ഒരുത്തൻ കയറി വരുന്നുണ്ട്. അവനിത് തോളിലേക്ക് വെക്കണം. വീണത് എനിക്ക് വേണ്ടിയല്ല. എന്നെ കർത്താവ് കഴിഞ്ഞ 12 തവണ തന്നെ എഴുന്നേറ്റില്ലേ? എന്താ 13ാമത്തെ തവണ എഴുന്നേക്കാത്തത്? എന്റെ പ്രാർത്ഥന പറയും, യേശു എന്നോട് പറഞ്ഞു, മോനെ ജിബിലേ, വീണ് കിടക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. ഒരുത്തൻ കയറി വരുന്നുണ്ട്. അവനെ പകരം. ദേശക്കാരോട് ഞങ്ങൾ ആത്മാവിൽ കൈമാറുന്നു. കുമാരദാസ് എന്ന ദൈവമനുഷ്യൻ ഇവിടെ ഈ മീറ്റിംഗ് നടത്തുന്നത്, പലതവണ ഇവിടെ മീറ്റിംഗുകൾ, യോഗങ്ങൾ നടത്തപ്പെടുന്നുണ്ട്. ഈ ഉച്ചഭാഷണിയിലൂടെ, ഈ ബോക്സിലൂടെ ദേശം കേൾക്കാൻ പാകത്തിൽ ഈ സന്ദേശത്തെ കൈമാറുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഇന്ന് ഈ ക്രൂശ് നിന്റെ മുമ്പിൽ വീഴുന്നത് നിനക്ക് വേണ്ടിയാ. സഹോദര, നിനക്ക് വേണ്ടിയാ. സഹോദരി, നിനക്ക് വേണ്ടിയാ. ഇതിനകത്തും പുറത്തും ഈ സന്ദേശത്തെ കേൾക്കുന്നത് നിനക്ക് വേണ്ടിയാ. പലതവണ ഈ
ഈ ക്രൂശിന്റെ സ്തോത്രം അഗ്രത്തിൽ ഇവർ തൊട്ടു. ഞാൻ കേട്ടോ എങ്ങനാ ഈ ക്രോസിന്റെ ഈ ഭാഗം, ക്രോസ് ആയിട്ടുള്ള ഭാഗം യേശുവിന്റെ തോളില് ഏറ്റവും താഴത്തെ എൻഡ് കുറേനക്കാരന്റെ തോളിലേക്ക് വെച്ചു. ബൈക്കിൽ നിന്നുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുക. ഇവൻ അറിയുന്നില്ല, ഇവൻ ചുമക്കുന്ന ക്രൂശ് സാധാരണ ക്രൂശല്ല, യേശുവിന്റെ രക്തം പറ്റിപ്പുരണ്ട ക്രൂശ. ശരീരം മുഴുവൻ ഉഴവുചാല് പോലെ കീറപ്പെട്ട യേശുവിന്റെ ശരീരത്തുള്ള രക്തം ആ ക്രൂശിൽ പറ്റി. നിങ്ങൾ മനസ്സിലാവുന്ന ഇമാജിൻ ചെയ്ത്, ക്രൂശിന്റെ ഒരഗ്രം യേശുവിന്റെ തോളിൽ ഇരിക്കുന്നു, ഇങ്ങനെ താഴത്തെ അഗ്രം കുറേനക്കാരനായ ശീമോന്റെ തോളിൽ ഇരിക്കുന്നു. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ ക്രൂശ. യേശുവിന്റെ തോളിൽ നിന്നും യേശുവിന്റെ രക്തം ആ ക്രൂശിലൂടെ ഒഴുകി 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 ഇങ്ങ് താഴെ നിൽക്കുന്ന ശീമോന്റെ തോളിലേക്ക് വന്നു. ഈ തോളിനൊരു പ്രത്യേകതയുണ്ട്. അടിമ എന്ന മുദ്ര കുത്തപ്പെട്ട തോള, അടിമ എന്ന സീല് പതിഞ്ഞ ആ മുദ്രയുടെ മേൽ ജീവിതം മാറ്റിവെക്കാൻ കഴിയുന്ന ഒരുവന്റെ രക്തം പറ്റിപ്പോയപ്പോൾ സ്വർഗ്ഗത്തിലെ ഒന്നവരെ എഴുതി ഇവന്റെ കുടുംബത്തിന്റെ അനുഭവത്തെ പൊട്ടിക്കുക. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, ഉയർത്തവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നോ നിന്റെ രോഗത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നോ നിന്നെ വിടുവിക്കുവാൻ കഴിയുന്ന 33 വയസ്സുള്ള യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് നിന്റെ വീടിനകത്തേക്ക് ഒഴുകിയെത്തുന്നു. അടിമ എന്ന മുദ്ര പതിഞ്ഞ തോളിലേക്ക് ക്രൂശിലൂടെ ഒരു രക്തവഴി വന്നു. സ്തോത്രം. ഞാനൊരു വാക്ക് പറയാം, ഈ രക്തം വെളിപ്പെട്ട് വന്നാൽ എത്ര മായാത്ത കറയാണെങ്കിലും അവനെ നിന്നെ മായ്ച്ചു കളയും. ഇവൻ ഒത്തിരി വർഷം ഒരുപാട് ചുമടെടുത്തിട്ടുണ്ട്, പക്ഷെ എത്ര ചുമടെടുത്താലും ഈ പാട് ദൈവത്തിൽ നിന്ന് പോയിട്ടില്ല. എത്ര അധ്വാനിച്ചാലോ എത്ര വർഷങ്ങൾ ഇവൻ ഓടി നടന്നാലോ ഈ പാട് ഇവന്റെ സ്കിന്നിൽ നിന്നും പോയിട്ടില്ല. പക്ഷെ ഇന്ന് ദൈവത്തിന് ഇവനോട് മൗനമായിട്ട് പറയാനൊരു ദൂതുണ്ട്. നിന്റെ ശരീരത്തിലേക്ക് ഒഴുകി വരുന്ന യേശുവിന്റെ രക്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിന്റെ തോളിൽ കുത്തിയിരിക്കുന്ന മുദ്രയെ, അടിമ എന്ന മുദ്രയെ മായ്ച്ചു കളയാ യേശുവിന്റെ രക്തത്തിന് കഴിയുള്ളൂ. കുടുംബത്തിന്റെ ബൗണ്ടറിയെ, കുടുംബത്തിലെ പിതാക്കന്മാരുടെ പരിമിതികളെ പൊട്ടിക്കുക. ഏത് ശക്തമേറിയ പാപത്തിന്റെ കരയെ കഴുകിക്കളയുക. അടിമ എന്ന ആ മുദ്ര കർത്താവ് മായ്ച്ചു കളഞ്ഞു. സ്തോത്രം. എന്നും വീട്ടിൽ പോകുന്നത് പോലെയാ ഇന്നും വീട്ടിലേക്ക് ചെന്നത്. പക്ഷെ എന്നും കാണാത്തൊരു മഹത്വം ചലിച്ചു. ഞാൻ എന്റെ ഭാവനയെ കാണുക, കുറേക്കാരനായ ശീമോന്റെ വീട് എന്ന് പറഞ്ഞാൽ പരിധികളും പരിമിതികളും ഒക്കെ ഉള്ള ചെറിയ ഭവനമാ. സ്തോത്ര. ചെറിയൊരു അതിരിനകത്ത്, ചെറിയൊരു കുടിലിനകത്ത് അടിമയായ ഈ മനുഷ്യൻ താമസിക്കുമ്പോൾ സ്തോത്ര, എന്നും ചെല്ലുന്നതിനേക്കാൾ അല്പം ലേറ്റ് ആയിട്ടാ ഇന്ന് കയറി ചെല്ലുന്നത്. എന്നും വൈകുമ്പം ചെല്ലും. പക്ഷെ ഇന്ന് ഈ മനുഷ്യൻ ചെന്നപ്പോ സന്ധ്യയായി, രാത്രിയായപ്പോ ഈ മനുഷ്യൻ ആ അതിരിനകത്തേക്ക് കയറി. പകല് മുഴുവൻ വയലിലെ ജോലിയും കഴിഞ്ഞിട്ടാ സ്തോത്രം വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ആ അതിരിലേക്ക് കയറി ചെന്നപ്പോ ശീമോന്റെ ശരീരം വൃത്തിയാക്കേണ്ടതിനായി ഞാൻ എന്റെ ഭാവനയെ കാണുക, വീടിന്റെ മുറ്റത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരു തൊട്ടി വെള്ളമെടുത്ത് ശരീരത്തേക്ക് ഒഴിച്ചു. ശരീരത്തിലേക്ക് ഒഴിച്ചപ്പോൾ അവന്റെ തോളിൽ പറ്റിപ്പുരണ്ട ഒരു രക്തമുണ്ട്. ആ രക്തം ആ വെള്ളത്തിൽ കൂടെ ആ മണ്ണിനകത്തേക്ക് വീണു. ഈ മണ്ണിന് പറയാനൊരു സാക്ഷ്യമുണ്ട്. കർഷകര് മാത്രം തലപൊക്കിയ മണ്ണ, അടിമകൾ മാത്രം തലപൊക്കിയ മണ്ണ. കർഷകരും അടിമകളും മാത്രം തലപൊക്കിയ മണ്ണിനെ നോക്കിക്കൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം പറഞ്ഞു, ഇനി കർഷകനല്ല, ഇനി ക്രിസ്തുവിൽ പ്രസിദ്ധ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. രക്ഷ നിന്റെ വീടിനകത്ത് കയറിയാൽ, രക്ഷയുടെ മുൻപിൽ ചലിച്ച കുഞ്ഞാടിന്റെ രക്തം നിന്റെ മണ്ണിനകത്ത് ഇറങ്ങിയാൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ അടിയിനകത്ത് വീണാൽ, അടിയിൽ പൊട്ടിക്കുന്ന ഒരു ജനറേഷൻ, പരിധിയെ പൊട്ടിക്കുന്ന ഒരു മഹത്വത്തിന്റെ തലമുറയെ നിർബന്ധത്താൽ ക്രൂശിതമെന്ന ശീമോന്റെ തലമുറ ക്രിസ്തുവിൽ പ്രസിദ്ധരായെങ്കിൽ മനസ്സോ
വാഗ്ദത്ത നിവർത്തിയിലേക്ക് കയറിപ്പോകുന്ന ദൈവപുത്രന്റെ അരികിലേക്ക് ചില മിനിറ്റുകൾ മാത്രം കയറി വന്ന കുറേനക്കാരനായ ശീമോൻ കുറേന വംശത്തിന്റെ അടിമനകത്തെ പൊട്ടിച്ചുകൊണ്ട് വേളിനെ ഇളക്കി മറിക്കുന്ന രണ്ട് അഭിഷക്ത തലമുറകളുമായി പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു സത്വർത്തമാനം പരിശുദ്ധാത്മാവിന് കൈമാറാനുണ്ട്. നിന്റെ കുഞ്ഞിന്റെ മേലെ ഈ നിലയിൽ ഒരു മഹത്വത്തെ ദൈവത്തിന്റെ ആത്മാവ് കൈമാറാൻ പോവുക. എത്രത്തോളം ദൈവിക നിയോഗത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ദൈവിക നിയോഗത്തെ സപ്പോർട്ട് ചെയ്യണോ. എത്രത്തോളം നിന്റെ അഭിഷക്തനെ കരുതാൻ പറ്റുമോ അത്രത്തോളം നിന്റെ അഭിഷക്തനെ കരുതണം. കാരണം ഞാൻ പ്രസംഗിക്കുന്ന യേശു അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. എന്റെ നാമത്തിൽ ഒരു മാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം. ക്രൂശ് ദൗത്യമാണ്. ക്രൂശ് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനാണ്. പിതാവാം ദൈവത്തിന്റെ ഹൃദയത്തിൽ അനാദി നിർണയം മുതൽ കിടക്കുന്ന ഒരു ഡ്രീം പ്രോജക്റ്റാണ്. ശീമോനെ, നീ ജനിച്ചതും വളർന്നതും ഒക്കെ അടിമയായിട്ടാ. നിനക്കെന്നും പരിഗണന കിട്ടിയിട്ടില്ല. ആരും നിന്നെ പരിഗണിച്ചിട്ടില്ല, ആരും നിന്നെ ചേർത്ത് നിർത്തിയിട്ടില്ല. ആരും പരിഗണിക്കാത്ത നിന്നെ പരിഗണിക്കുന്ന ഒരു ഇടമുണ്ടെങ്കിൽ അത് കാൽവരി ക്രൂശാണ്. ആരും മാനിക്കാത്ത നിന്നെ മാനിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉയർത്തുന്ന കാൽവരി ക്രൂശാണ്. എല്ലാവരും നീ അവഗണിക്കപ്പെട്ടാലും നിനക്ക് പരിഗണന കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്. എല്ലാവരും നിന്നെ നിന്ദിച്ചു തുടങ്ങാലും നിന്നെ മാനിക്കുന്ന ഇടമുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവഗണിക്കപ്പെട്ട ഒരു തലമുറയെ പരിഗണനയുടെ കാലഘട്ടത്തിലേക്ക് ആത്മാവിന് നയിക്കപ്പെടൂ. പിതാവാം ദൈവത്തിന്റെ ഡ്രീം പ്രോജക്റ്റ്. ആ പദ്ധതിക്കകത്തേക്ക് കയറി വന്നാൽ അവിടെ നിനക്ക് പരിഗണനയുണ്ട്. വേൾഡിൽ ഏത് മേഖലയിൽ പോയി നീ സക്സസ് ആയില്ലെങ്കിലും കർത്താവിന്റെ ദൗത്യത്തിലേക്ക് കയറി ഇതിനകത്ത് നീ സക്സസ് ആവും. 24-ാമത്തെ വയസ്സിൽ ബയോമെഡിക്കൽ ഇൻഡസ്ട്രിയിലെ ജോലി ഉപേക്ഷിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നപ്പോ അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞു, വീട്ടുകാരും ചർച്ചക്കാരും തള്ളിക്കളഞ്ഞു. ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്ന സഭയിൽ നിന്നും എന്നോട് ലെറ്റർ എഴുതി മേടിച്ചു, നിനക്ക് സഭയുമായിട്ട് ഒരു ഇടപാടുമില്ല. കാരണം ഇവന് കരുതി ശുശ്രൂഷ പരിചയമില്ലാത്ത, ശുശ്രൂഷ പാരമ്പര്യമില്ലാത്ത ഇവൻ തകർച്ചയിലേക്കാണ് പോകുന്നത്. പല രാത്രികളില് നിരാശയോടെ ഞാനിരുന്ന് കരഞ്ഞപ്പോൾ എന്റെ അരികിൽ ഇറങ്ങി വന്ന് യേശുവപ്പ എന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്, മോനെ ജിമിനെ, ആർക്കും നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം. എല്ലാവരും നീ തള്ളപ്പെട്ടാലും നീ പരിഗണിക്കപ്പെടുന്ന ഇടമുണ്ടോ, നീ മാനിക്കപ്പെടുന്ന ഇടമുണ്ടോ. എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ആത്മാവ് കൈമാറുക. എല്ലാവരും നിന്നെ അവഗണിച്ചാലും നിന്നെ പരിഗണിക്കുന്ന ഒരു പ്രതലമുണ്ട്. അത് യേശുവിന്റെ ക്രൂശ്. കുടുംബത്തിന് നിന്നെ വേണ്ട, ജോലി സ്ഥാപനത്തിന് നിന്നെ വേണ്ട, ദേശക്കാർക്ക് നിന്നെ വേണ്ട, ചാർച്ചക്കാർക്ക് നിന്നെ വേണ്ട. എല്ലാവരുടെ മധ്യത്തിൽ നീ ഒരു പരസ്യകോലമാ. എല്ലാവരുടെ നടുവിൽ നീ അപമാനപാത്രമാ. നീ തകർന്ന ജീവിതമാ. നിന്റെ ജീവിതം ഭയങ്കര ദുരന്തമാ. പക്ഷെ കർത്താവിന്റെ ഒരു പദം പറയുകയാ, ആർക്കും നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം മോനെ, എനിക്ക് നിന്നെ വേണം മോനെ. നീ പരിഗണിക്കപ്പെടുന്ന ഇടമാണ് ദൈവ സാന്നിധ്യം. ദൈവ സാന്നിധ്യത്തിനകത്ത് അപ്പൻ നിന്നെ പരിഗണിച്ചാൽ അവിടെ നിനക്കൊരു ഉയർച്ച ഉണ്ട്. രക്ഷകയുടെ സന്ദേശത്തിന് വേണ്ടി നിൽക്കണം, ദൗത്യത്തിന് വേണ്ടി നിൽക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച അപ്പോസ്തലൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചാക്കി ഇടയൻ, ആ ദർശനത്തിന്റെ കൂടെ നിങ്ങൾ നിന്നാൽ ഭയങ്കരമായിട്ട് മാനിക്കപ്പെടും. എന്റെ നാമത്തിൽ ഒരു പാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ ഞാൻ അതിലും പ്രതിഫലം നൽകുമെന്ന ദൈവത്തിന്റെ വചനം. ഇതിന് റിവാർഡ് തരുന്നൊരു ദൈവമുണ്ട്. കൊലോസ്യൻസ് 3:24 അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പി. റിവാർഡ് ഓഫ് ഇൻഹെറിറ്റൻസ്, അവകാശം എന്ന പ്രതിഫലം വിളമ്പിക്കൊടുത്ത നിന്റെ കരം കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ. ഡൈനിങ് ടേബിളിനകത്ത് അഭിഷക്തന്മാർക്ക് വിളമ്പിക്കൊടുത്ത നിന്റെ കരം പട്ടണത്തെ ഇളക്കാൻ. അങ്ങനെ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേര് ഫിലിപ്പോസ് എന്നാ. ഫിലിപ്പോസിന്റെ ശുശ്രൂഷ എന്താണെന്നറിയാമോ? ആലയത്തിലെ ദിനംപ്രതിയുള്ള ശുശ്രൂഷ ഹേതുവായി ആലയത്തിനകത്ത് തിരക്ക് വന്നതുകൊണ്ട് സ്തോത്രം, അപ്പോസ്തലന്മാര് കൽപ്പിച്ചാക്കിയ ഡൈനിങ് ഹാളിനകത്ത് അഭിഷക്തന്മാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണം.
സ്തോത്രം. ദൈവകൃപയുള്ളവരുടെ സഹോദരന്മാരെ തിരഞ്ഞെടുത്തു. ഒന്നാമത്തവൻ സ്തേഫാനോസ്, രണ്ടാമത്തെ ആള് ഫിലിപ്പോസ്. ഫിലിപ്പോസിനെ ഒന്ന് തൊടുക. ഫിലിപ്പോസിന്റെ ശുശ്രൂഷ ഒന്നേ ഉള്ളൂ. അടുക്കളയിൽ കിച്ചണകത്ത് ഭക്ഷണം പാകം ചെയ്യണം, ഡൈനിങ് ഹാളിനകത്ത് ഭക്ഷണം വിളമ്പി കൊടുക്കണം. ഇതിനിടയിൽ സമയം കിട്ടുമ്പോൾ തനിക്ക് അനുവദിച്ച ഉൾമുറിക്കകത്ത് പോയിരുന്നു പ്രാർത്ഥിക്കണം. ഇതിനപ്പുറം ഒരു ജീവിതമില്ല. ഓരോ പ്രാവശ്യവും അപ്പം വിളമ്പി കൊടുക്കുമ്പോ ഫിലിപ്പോസിന് ഹൃദയത്തിനകത്തൊരു ഒരു ചോദ്യമുണ്ട്. കർത്താവേ, എന്നാ എനിക്കൊരു പ്രസംഗം, എന്നാ എനിക്ക് ലീഡ് ചെയ്യാനൊരു അവസരം, എന്നാ എനിക്ക് ഇങ്ങനെ ഒരു പുൽപ്പിറ്റ് നിൽക്കാനൊരു അവസരം? ദൈവത്തോടെ ചോദിച്ചിട്ടുള്ള, അപ്പോസ്തലന്മാരോട് ചോദിച്ചിട്ടില്ല. സ്തോത്രം. ഫിലിപ്പോസിനോട് ദൈവത്തിന് മൗനമായി പറയാനൊരു ദൂതുണ്ട്. മോനെ, കിച്ചണകത്ത് നീ ഉണ്ടാക്കുന്ന അപ്പവീതികൾ ഡൈനിങ് ടേബിളിനകത്ത് നീ വിളമ്പി കൊടുക്കുമ്പോൾ ഇതൊരു ശുശ്രൂഷയാ, ഇതിന് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിനകത്ത് ഇവൻ വിളമ്പാൻ തുടങ്ങി. 6-7 അധ്യായത്തിനകത്ത് ഇവൻ ഭക്ഷണം വിളമ്പി. പക്ഷെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസിനെ നമ്മൾ കാണുന്നത് ഈ മനുഷ്യൻ ശമരിയ പട്ടണത്തിനകത്ത് നിൽക്കുക. ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ നീതി ഇതാ. 6-7 അധ്യായത്തിൽ ഭക്ഷണം വിളമ്പി കൊടുത്തതിന്റെ കരം കൊണ്ട് 8-ാം അധ്യായത്തിൽ ശമരിയ പട്ടണത്തെ ഇളക്കി മറിക്കുന്ന ഒരു ഭയങ്കര നിയോഗത്തോടു കൂടി മന്ത്രവാദികളെ സ്നാനപ്പെടുത്തുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, പട്ടണത്തിന്റെ ഉണർവിനെ നയിക്കുവാൻ. ഇതിനകത്ത് ഒത്തിരി അമ്മമാരുണ്ട്, ഇതിനകത്ത് ഒത്തിരി കർത്തൃദാസന്മാരുണ്ട്. വീട്ടിലെ ആഹാരം അഭിഷേകന്മാർക്ക് വിളമ്പി കൊടുക്കുന്ന നിന്റെ കരം കൊണ്ട് വീടിന്റെ 4 ചുവരിനകത്ത് ഒതുങ്ങി നിന്ന നിന്റെ ശുശ്രൂഷയെ ഭൂമിയിലെ അറ്റത്തോളം വ്യാപിപ്പിക്കുന്നവരാണ്. ഒരതിരിനകത്ത് അതിർത്തിക്കകത്ത് ഒതുക്കി നിന്ന നിയോഗത്തെ ലോകത്തിന്റെ 5 വൻകരകളിലേക്ക് വ്യാപിപ്പിക്കേണ്ടവരാണ്. ആഴത്തിലുള്ള വെള്ളപ്രവൃത്തിയിൽ ഇന്ന് രാത്രിക്കാലം കർത്താവിനകത്ത് തുറക്കട്ടെ. ഫിലിപ്പോസ് വിളമ്പിയ കരം കൊണ്ട് ശമരിയ പട്ടണത്തെ പിടിച്ചു. ആദ്യം സ്നാനപ്പെട്ടത് മന്ത്രവാദിയ. ശമരിയ സിറ്റി ഇളകി മറിയ ഭയങ്കര ഹീലിംഗ് ക്രൂസൈഡ് നടക്കുക. 10,000 സ്നാനപ്പെടുന്നു. അവിടെ കൊണ്ട് മിനിസ്റ്റർ തീരുവോ? ഇല്ല. നിയോഗം കത്ത് നിൽക്കുമ്പോൾ ആത്മാവ് പറഞ്ഞു, ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകും. എത്യോപ്യയുടെ ഫൈനാൻസ് മിനിസ്റ്ററെ ഗസയുടെ നിർജ്ജന വഴിയിട്ട് സ്നാനപ്പെടുത്തുവാൻ കർത്താവ് ആത്മനിയോഗം കൊടുക്കുക. ഗസ കൊണ്ട് തീരുവോ? ഇല്ല. പിന്നെ അവനെ അസ്തോദിൽ കണ്ടു. അസ്തോദ് കൊണ്ട് അവസാനിക്കോ? ഇല്ല. കൈസരിയ കരത്തിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരൂ. ആത്മാവ് ചിലർക്ക് വേണ്ടി വിശ്വസ്തയോടെ നീതിയോടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോയ നീ വിളമ്പിയ നിന്റെ കരം കൊണ്ട് ആത്മാവിനെ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നു. നിയോഗത്തിന് വേണ്ടി നിന്നാൽ അവൻ മറക്കത്തില്ല. യൂദ ചെയ്തില്ല, പക്ഷെ കുറേനക്കാരൻ ചെയ്തപ്പോ അവന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം പൊട്ടി. കർത്താവിന്റെ അഭിഷക്തന്മാർക്ക് വേണ്ടി മനസ്സോടെ കൊടുക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ യോഗങ്ങൾ, ഇങ്ങനെ നിയോഗങ്ങളൊക്കെ നടക്കുമ്പോൾ സ്തോത്രം, മക്കളുടെ ആവശ്യത്തിനും വീടിന്റെ ആവശ്യത്തിനും വേണ്ടിയൊക്കെ വിതയ്ക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. ആത്മാവിൽ ഞാൻ കൈമാറുക, കർത്താവിന് പ്രതിഫലം തരും. വിളമ്പിയ കരം കൊണ്ട് നിങ്ങൾ സൗഖ്യം നടത്തും. ആ വാക്ക് കർത്താവ് വീണ്ടും വീണ്ടും തരുന്നു. 2014 ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോ ആദ്യത്തെ 3.5 വർഷം ഒരു മീറ്റിംഗും ഇല്ല. നീ കയറി പ്രസംഗിച്ചോ, നീ ശുശ്രൂഷിച്ചോ എന്ന് പറഞ്ഞ് വേദി തരാൻ ആരുമില്ല. കോട്ടയം പട്ടണത്തിൽ ഒരു സ്റ്റേഡിയം ഉണ്ട്, നെഹ്റു സ്റ്റേഡിയം എന്ന് പറയും, നാഗമ്പടത്ത്. ഞാൻ രാവിലെ അതിനകത്ത് പ്രാർത്ഥിക്കാൻ കയറും. രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഇരിക്കും. ഞാൻ ജോലി റിസൈൻ ചെയ്യുമ്പോൾ 24-ാമത്തെ വയസ്സിൽ എനിക്ക് 50,000 രൂപയിലധികം ഒരു മാസം പേയ്മെന്റ് ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ പൈസ, യാത്ര ചെയ്യാൻ പൈസ, എല്ലാത്തിനും കാശാണ്. പക്ഷെ ജോലി റിസൈൻ ചെയ്തിറങ്ങിയപ്പോൾ വെള്ളം മേടിച്ചു കുടിക്കാൻ പൈസ ഇല്ല. ഭയങ്കര സ്വപ്നത്തോടെ ദൈവശബ്ദം കേട്ടിറങ്ങി. ലിറ്ററലി ഓഡിയബിളായി ദൈവശബ്ദം കേട്ടു. പക്ഷെ 3.5 വർഷം ഒരു ചലനവും ഇല്ല. ഞാൻ അന്ന് കൂടുതൽ പ്രാർത്ഥിക്കാൻ കയറിയ ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിലെ തേയിലക്കാടുകളുടെ അകത്ത് പ്രാർത്ഥിക്കാൻ കയറും. ഞാനിവിടെ അടുത്തൊരു ചർച്ചിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. തേയിലക്കാടിനകത്ത് ഒരു ബൈബിളുമായിട്ട് കയറും. അവിടെ ഇരുന്ന് ബൈബിൾ വായിക്കും. ബൈബിൾ വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആശയം ദൈവം തരും. എവിടെയെങ്കിലും പ്രസംഗിക്കണ്ടേ, തേയില ചെടിയെ നോക്കി പ്രസംഗിക്കും.
തേയിലക്കാട് കണ്ടിട്ടുള്ളവർക്കറിയാം, സ്തോത്രം, ഈ കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ വിജനമായിട്ട് കിടക്കുക. മാസത്തിൽ 1-2 പ്രാവശ്യം കൊളുന്ത് നുള്ളാൻ, തേയിലയുടെ കൊളുന്ത് നുള്ളാൻ ആളുകൾ വരും. അല്ലാതെ ആ സ്ഥലം ഫ്രീ, എത്ര ഒച്ചത്തിൽ വേണേലും പ്രസംഗിക്കാം. ഞാനൊരു പാറയുടെ മുകളിൽ കയറി നിൽക്കും, തേയില ചെടിയെ നോക്കി പ്രസംഗിക്കും. അകത്തൊരു ഭയങ്കര ചലനം കിട്ടുമ്പോൾ ഈ കൊളുന്ത് നുള്ളുന്ന ആളുകൾ നടക്കുന്ന ഗ്യാപ്പുണ്ട്, തേയില ചെടി ഇതുപോലെ എന്താ പറയുക, ചെറിയ സ്പേസ് ഉണ്ട്, അതിനിടയ്ക്കൂടെ ഇറങ്ങി നടക്കും. അങ്ങനെ നടക്കുമ്പോൾ ഞാൻ വിശ്വാസത്തെ കാണും, ജനത്തിന്റെ ഇടയിൽ കൂടിയാണ് നടക്കുന്നത്. ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, ഏലപ്പാറയില്ല, കാറ്റടിക്കുമ്പോൾ തേയിലച്ചെടി ഇങ്ങനെ ആടും. ഞാൻ ആത്മാവിൽ തിരിച്ചറിയും ജനം പ്രതികരിക്കുന്നതാണ്. കൊളുന്തുകളെ തട്ടിത്തലോടി ദൂത് പറയാൻ തുടങ്ങി. അന്ന് ഫെയ്ത്തിൽ, വിശ്വാസത്താൽ എന്താണോ ചെയ്തത്, ഇന്ന് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ, പല സ്റ്റേഡിയങ്ങളിൽ 10,000 പാക്കിലായിട്ടിരിക്കുന്ന വമ്പൻ ചർച്ചകളിൽ കർത്താവ് അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ അന്നത്തെ സമയത്ത് ഏലപ്പാറയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കയറുമ്പോ അവിടുത്തെ എസ്റ്റേറ്റിൽ ഒരു എസ്റ്റേറ്റിൽ ചെന്നപ്പോൾ ഒരു അമ്മച്ചിയെ പരിചയപ്പെട്ടു. ഏലപ്പാറയിൽ നിന്ന് 8 കിലോമീറ്റർ മാറി ഹെലിബ്രിയ എന്ന് പറയുന്ന എസ്റ്റേറ്റ് ഉണ്ട്, ടീ എസ്റ്റേറ്റാണ്. ഇന്ന് അവിടെ ഒത്തിരി സഭയുണ്ട്. കർത്താവിൽ പ്രസിദ്ധരായ രാജേഷ് ഏലപ്പാറ, പാസ്റ്റർ അനീഷ് ഏലപ്പാറ, ഒത്തിരി അഭിഷക്തന്മാർ ഇന്ന് അവിടെ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷെ 1980-കളിൽ അന്ന് അവിടെ സഭയില്ല, ദൈവസഭയില്ല, ദൈവത്തെ ആരാധിക്കുന്നവരില്ല. അപ്പോ ഈ താഴെ നാട്ട് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് നിന്നും വിവാഹം കഴിച്ചുകൊണ്ട് പോയ ഒരു അമ്മച്ചി, ഒരു മാതാവ് അന്ന് അവിടെ ഉണ്ട്. അമ്മച്ചി നാട്ടിലായിരുന്നപ്പോ ക്രിസ്തീയ ആരാധനകൾക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഏലപ്പാറയിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുപോയപ്പോ അവിടെ ആരാധന ഇല്ലാത്തതുകൊണ്ട് അമ്മച്ചിക്ക് ഭയങ്കര സങ്കടം. അമ്മച്ചി ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞങ്ങളുടെ എസ്റ്റേറ്റിലേക്ക് ഒരു അഭിഷക്തനെ അയക്കണം, ഒരു പാസ്റ്ററെ, സുവിശേഷകനെ അയക്കണം. അമ്മച്ചിയുടെ പ്രാർത്ഥന കേട്ട് കുറെ മാസം കഴിഞ്ഞപ്പോ ഇതുപോലെ കുട്ടിക്കാലത്തിന് താഴെ നാട്ടിൽ നിന്നും ഒരു അഭിഷക്തനും കുടുംബവും 3 മക്കളും ദേശത്ത് സുവിശേഷം അറിയിക്കാൻ വന്നു. എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച അവർ വരും. വെള്ളിയാഴ്ച വൈകിട്ട് വന്ന് വെള്ളി ശനി ദിവസങ്ങളിൽ അവര് ദേശത്തെ എസ്റ്റേറ്റുകളിൽ, ലയങ്ങളിലെല്ലാം കയറി ഇറങ്ങി യേശു കർത്താവിന്റെ സുവിശേഷം പറയും. ഞായറാഴ്ച വീടുകളിൽ പ്രാർത്ഥിക്കും. ആരാധന നടത്താനുള്ള സംവിധാനമില്ല. ഒരു ദിവസം അമ്മച്ചിയുടെ കണ്ണിൽ ഇത് പതിഞ്ഞു. അമ്മച്ചി ഈ പാസ്റ്ററോട് പറഞ്ഞു, ഇനി ഹെലിബ്രിയ എസ്റ്റേറ്റിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ താമസിക്കാം, ഇവിടെ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാം, എല്ലാ രാത്രിയിലും നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കാം, തീർന്നില്ല ഞായറാഴ്ച നമുക്ക് ഇവിടെ ഇരുന്ന് ആരാധിക്കാം. ഇങ്ങനെ ഈ നിയോഗം, ദർശനമുള്ള അമ്മച്ചി ഒരു വാതിൽ അവർക്ക് തുറന്നു കൊടുത്തു. ഞാൻ പറഞ്ഞു കേട്ടു, അന്നൊക്കെ ഭയങ്കര പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, ഭക്ഷണം കഴിക്കാനില്ല, ഒരു നേരത്തെ ആഹാരമൊക്കെ ഉള്ളൂ. ഭയങ്കര തണുപ്പുള്ള സമയത്ത് ഇവർക്ക് കൊടുക്കാൻ നല്ലൊരു കമ്പിളിയില്ല. ഈ അമ്മച്ചി എന്നോട് പറഞ്ഞത്, ഈ ചണച്ചാക്കിന്റെ അരിയൊക്കെ വാങ്ങിക്കുന്നത്. സ്തോത്രം, ഇവർക്ക് 3 മക്കൾക്കും പാസ്റ്ററും ഭാര്യയ്ക്കും 5 പേർ കൂടെ 5 ചാക്ക് കൊടുക്കും. ഇവർ ഈ ചാക്കിനകത്തേക്ക് കാല് കയറ്റിയിട്ട് ചാക്കിനകത്ത് കിടക്കും. അങ്ങനെയാണ് തണുപ്പിനെ ഇവർ അതിജീവിച്ചത്. ഇതുപോലെ പ്രതിസന്ധിക്കകത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരമ്മച്ചി. ഈ അമ്മച്ചിക്കും അപ്പച്ചനും 4 ആൺമക്കളാണ്. സ്തോത്രം. അപ്പം ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളില് പാസ്റ്ററും ഭാര്യയും 3 മക്കളും അടങ്ങുന്ന 5 പേരടങ്ങുന്ന കുടുംബം അമ്മച്ചിയുടെ വീട്ടിൽ വരുമ്പോ ശ്രദ്ധിക്കണേ, അമ്മച്ചിയുടെ മക്കൾക്ക് കൊടുക്കാനുള്ള ആഹാരമാണ് പാസ്റ്ററും കുടുംബത്തിനും കൊടുക്കുന്നത്. സ്തോത്രം. ശനിയാഴ്ച പകൽ മുഴുവൻ അമ്മച്ചിയുടെ 4 ആൺമക്കളും പട്ടിണിയാണ്. സ്തോത്രം. ഇവർക്ക് വിശപ്പ് അറിയാതിരിക്കാൻ അമ്മച്ചി ചെയ്തൊരു ബുദ്ധി, അമ്മച്ചി മൂത്ത മകനെ അടുത്ത് വിളിച്ചിട്ട് പറയും, നീ ഇളയ സഹോദരന്മാരുമായിട്ട് തേയിലക്കാടിനകത്ത് പോയി കള്ളനും പോലീസും കളിച്ചോളാൻ പറയും. അന്നത്തെ കാലത്തെ കളിയാ, സാറ്റ് കളി, കള്ളനും പോലീസും കളി. സ്തോത്രം. ഇവര് സാറ്റ് കളിയും കള്ളനും പോലീസും കളിക്കാനൊക്കെ ആയിട്ട് തേയിലക്കാടിനകത്തേക്ക് കയറും. മൂത്ത മകൻ ശേഷിക്കുന്ന അനുജന്മാരുമായിട്ട് അതിനകത്തോട് ഓടിക്കളിക്കും. ഈ കളിക്കുന്ന ലഹരിക്കകത്ത് വിശപ്പ് മറന്നുപോകും. രാത്രി വന്ന് എന്തെങ്കിലും വെള്ളം കൊടുത്ത് അവർ കിടന്നുറങ്ങും. സ്തോത്രം. ഇങ്ങനെ പാസ്റ്ററും ഭാര്യയ്ക്കും 3 മക്കൾക്കും വിശപ്പടക്കാൻ വേണ്ടി പട്ടിണി കിടന്ന 4 ആൺമക്കൾ. കേട്ടോ? അപ്പൊ പാസ്റ്ററിന്റെ മക്കളുടെ സാക്ഷ്യം എന്നാണെന്നറിയാവോ? ബാക്കി 5 ദിവസം ഇവര് പട്ടിണിയാണ്. അമ്മച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഇവര് ഭക്ഷണം കഴിക്കുന്നത്. പട്ടിണി കിടന്ന് 1980-ന്റെ ആരംഭങ്ങളിൽ ഏലപ്പാറയുടെയും സ്തോത്രം ഹെലിബ്രിയുടെയൊക്കെ ഉണർവിന് വേണ്ടി നിന്ന ഒരു അഭിഷക്ത കുടുംബം. അതിനുവേണ്ടി പട്ടിണി കിടന്ന 4 ചെറുപ്പക്കാര്, കുഞ്ഞുങ്ങള്. സ്തോത്രം. അവർക്ക് ഇന്ന് നല്ല പ്രായമുണ്ട്. ഈ മൂത്തയാളെ കള്ളനും പോലീസും കളിപ്പിച്ച മൂത്ത മകനെ സ്തോത്രം ഞാൻ പഞ്ചാബിൽ ചെന്നപ്പോ കണ്ടു. പഞ്ചാബിൽ വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 2000 പാസ്റ്റർമാരുടെ ഹെഡാ. ഹല്ലേലൂയ പറഞ്ഞേ. രണ്ടാമത്തെ മകൻ ജമ്മുവിലുണ്ട്. ജമ്മുവിൽ ഒരു ഭയങ്കര മൂവ്മെന്റിന് വേണ്ടി ഒരു അപ്പോസ്തോലിക അധികാരത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 2ാമത്തെ മകനെ ഉപയോഗിക്കുകയാണ്. 3ാമത്തെ മകൻ ചണ്ഡീഗഡിനകത്ത് സ്തോത്രം ഭയങ്കര ഒരു മിനിസ്ട്രിയുടെ 2ാമത്തെ ആളായിട്ട് ഉപയോഗിക്കപ്പെടുകയാണ്. 4ാമത്തെ ആൾ ആ
സിറ്റിക്കകത്ത്, ആ എസ്റ്റേറ്റിനകത്ത് ഇന്നൊരു സഭ നടത്തുക. ഞാൻ നിയോഗത്തോടെ പറയാം, ദൈവരാജ്യത്തിന് വേണ്ടി നിന്റെ നന്മയെ നീ ഇട്ടുകൊടുത്താൽ, ദൈവരാജ്യത്തിന് വേണ്ടി നിന്റെ അനുഗ്രഹത്തെ നീ ഇട്ടുകൊടുത്താൽ അവൻ കടം പറയത്തില്ല. ഈ സാക്ഷ്യം ഇവിടെ പറയിപ്പിക്കുന്നത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പട്ടിണി കിടന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ശൂന്യതയ്ക്കകത്തും വിശ്വാസത്തോടെ പച്ചവെള്ളം പ്രാർത്ഥിച്ചു കുടിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നീ ഓടുമ്പോ ദൈവവചനം നീ അറിയുന്നില്ല, ഇതിന് പ്രതിഫലം നൽകുന്നു. ക്രൂശീകരണം ദൈവത്തിന്റെ ദൗത്യമാണ്. ക്രൂശ് രക്ഷയുടെ നിഴല. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ആരൊക്കെ ഭാഗവാക്കാവോ അവരെ ദൈവം മാനിക്കും. ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് ക്രിസ്തുവെന്ന് യേശുവിനെ നോക്കി പറഞ്ഞ് സ്വർഗരാജ്യത്തിന് താക്കോൽ കിട്ടിയ പത്രോസ് പോലും യേശുവിനെ തള്ളി പറഞ്ഞു. 30 വെള്ളിക്കാശിന് യൂദാസ് തള്ളി പറയുന്നു. കൂടെ നിൽക്കാൻ ആരുമില്ല. കൂടെ നടന്നവരും പരിചിതമായവരെല്ലാം തള്ളി പറയുമ്പോൾ രണ്ട് ഒരു ബെനിഫിറ്റും കിട്ടാത്ത ഒരുത്തം വന്ന് ക്രൂശ് ചുമക്കുക. ഇവൻ ഇതുവരെ യേശുവിനെ കൊണ്ട് ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല, ഇതുവരെ യേശുവിനെ കൊണ്ട് ഒരു അനുഗ്രഹവും കിട്ടിയിട്ടില്ല. പക്ഷെ കേറി വരുന്ന വരവിന് ഇവന്റെ ഹൃദയത്തിനകത്തൊരു ഉറപ്പുണ്ട്, ഇത് ഞാൻ ചുമന്നാൽ എന്റെ കുടുംബത്തിന് നിന്ന മാറും. ഇന്നെനിക്ക് തന്റെ ഇടത്തോടെ പറയാൻ പറ്റൂ, ഈ വചനത്തെ നീ ചുമന്നാൽ, ഈ രക്ഷയെ നീ ചുമന്നാൽ നിന്റെ വീടിന്റെ നിന്ന മാറും, നിന്റെ വീടിന്റെ അപമാനം മാറും, നിന്റെ വീടിനകത്തെ ഭയങ്കര ദൈവമഹത്വത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി കൽപ്പിച്ചേക്കും. കർഷകരും അടിമകളും മാത്രം തലപൊക്കിയ മണ്ണിനകത്ത് നിന്നും ക്രിസ്തുവിൽ പ്രസിദ്ധരായ അലക്സാണ്ടറിനെയും രൂഫസിനെയും പുറത്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നിയത് അപ്പൻ ചുമന്ന ക്രൂശിന്റെ മഹത്വമാണെങ്കിൽ, മാതാപിതാക്കൾ ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവരുടെ തലമുറകളുടെ പരിധിയും പരിമിതികളും കർത്താവ് പൊട്ടിക്കാൻ പോവാ. വാഗ്ദത്തത്തിന്റെ ഇടയിലേക്ക് ആര് കയറി വന്നാലും അവൻ അനുഗ്രഹം പ്രാപിക്കും. പരസ്യമായിട്ട് ക്രൂശി കിടക്കുക. 2 കള്ളന്മാരുടെ മധ്യത്തിൽ ദൈവപുത്രൻ തകർക്കപ്പെട്ട് കിടക്കുമ്പോ പ്രാണൻ നഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയാവോ, അവസാനത്തുള്ള രക്തം ഊറ്റിക്കൊടുത്തു, രക്തവും വെള്ളവും പുറത്തു വന്നു. എന്നിട്ടും പുത്രന്റെ ശരീരത്തിനകത്ത് ജീവനുണ്ട്. സംസാരിക്കുക, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് നീ എന്റെ കൂടെ പറുദീസയിൽ വസിക്കും, എനിക്ക് ദാഹിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. ക്രൂശില് 7 മൊഴികൾ പറയുകയാ. ആ ശരീരത്തിനകത്ത് ബ്ലഡ് ഇല്ല, ആ ശരീരത്തിനകത്ത് ജീവനില്ല, ആ ശരീരത്തിനകത്ത് ജീവന്റെ ഒരു കണിക പോലും ഇല്ല. പക്ഷേ ബ്ലഡ് പോലും ശരീരത്തിനകത്തില്ലാതെ ദൈവപുത്ര എങ്ങനെ ജീവൻ നിലനിർത്തുന്നത്? യേശുവിന് കൈമാറാൻ ഒരു സന്ദേശമുണ്ട്. ഞാൻ ജീവിക്കുന്നത് എന്റെ പിതാവ് മൂലമാണ്. ഞാൻ ജീവിക്കുന്നത് ലോകത്തിന്റെ സാധ്യതക്കകത്തിനല്ല, ഞാൻ ജീവിക്കുന്നത് പിതാവിന്റെ. മെഡിക്കൽ ഡോക്ടറിനകത്തുണ്ട്, ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത് ജീവനെ നിലനിർത്തുന്നത് ബ്ലഡാ, ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. സ്തോത്ര. ബ്ലഡിനകത്ത് രക്തത്തിന് ചുവപ്പ് കളർ പകരുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ഹീമോഗ്ലോബിനകത്ത് ഓക്സിജൻ ഇരിക്കുന്നത്. ശരീരത്തിന്റെ ഓരോ പാർട്ടിലേക്കും ഓക്സിജനെ, ശ്വാസത്തെ, ജീവനെ പകരുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ സംവിധാനമാണ് ബ്ലഡ്. യേശു ക്രൂശിൽ കിടക്കുമ്പോ അവസാന തുള്ളി ബ്ലഡും അവിടെ ഊറ്റിക്കൊടുത്തു. ഈ ബ്ലഡ് ഉണ്ടെങ്കിലേ ശരീരത്തിന്റെ ഓരോ സെൽസിലേക്ക് ഓക്സിജൻ എത്തത്തുള്ളൂ, ജീവൻ എത്തത്തുള്ളൂ. മെഡിക്കൽ സയൻസ് പറയുന്നു, ഒരു മനുഷ്യന്റെ ബയോളജിക്കൽ ലൈഫ് നിലനിൽക്കണമെങ്കിൽ അവന്റെ ശരീരത്തിനകത്ത് ബ്ലഡ് വേണം. പക്ഷെ നിങ്ങൾ ആ കാൽവരി ക്രൂസിലേക്ക് ഒന്ന് നോക്കിക്കേ. ശരീരം മുഴുവൻ ഉഴുവുചാല് പോലെ കീറപ്പെട്ട ദൈവപുത്രന്റെ ശരീരത്തിനകത്ത് ഒരു തുള്ളി ബ്ലഡ് ഇല്ല. ഒരു തുള്ളി ബ്ലഡ് ഇല്ലാതെ ഇങ്ങനെ ജീവൻ നിലനിർത്താൻ എന്താ കർത്താവേ കാരണം? കർത്താവിനോട് പറഞ്ഞ പദം, ഞാൻ ജീവിച്ചത് എന്റെ പിതാവ് മൂലമാണ്. ഞാൻ എന്റെ പിതാവ് മൂലം ജീവിച്ചതുപോലെ നിങ്ങളും ജീവിക്കും. പുത്രനിൽ വെളിപ്പെട്ട ജീവൻ, പിതാവിൽ മറഞ്ഞിരുന്ന ജീവൻ, അവന്റെ അത് നിത്യജീവനാ. മരണത്തിന് തൊടാൻ കഴിയാത്തൊരു ജീവനുണ്ട്. ക്യാൻസറിനോ, ആർത്രൈറ്റിസിനോ, കാർഡിയാക് അറസ്റ്റിനോ, മെനിഞ്ചൈറ്റിസിനോ ഒന്നും തൊടാൻ കഴിയാത്തൊരു ജീവനുണ്ട്. ഇന്ന് രാത്രി നീ സ്വീകരിക്ക്. ചില മരണക്കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുക. അടുത്ത മകനുമായി ഈ സന്ദേശത്തെ കേൾക്കുന്ന ദേശനിവാസികളെ, കർത്താവിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ കൈമാറുന്നു. യേശുവിൽ വിശ്വസിക്കാൻ നിന്റെ ജീവിതത്തിനകത്ത്
മരണ കുരുക്കുകളെ ഇന്ന് രാത്രി അവൻ അഴിക്കും. യേശുവിൻ നാമത്തിൽ ഡയബറ്റിക് നോർമൽ ആകട്ടെ. യേശുവിൻ നാമത്തിൽ ഹൈ ബിപി നോർമൽ ആകട്ടെ. യേശുവിൻ നാമത്തിൽ ജീവന്റെ സമൃദ്ധി വെളിപ്പെട്ട് വരട്ടെ. പ്രാണനെ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചപ്പോഴാ ജീവൻ നഷ്ടപ്പെട്ടെ. ഏൽപ്പിക്കാതെ പോകത്തില്ല, വിട്ടുകൊടുക്കാതെ നഷ്ടപ്പെടത്തില്ല. നീ അനുവദിക്കാതെ നിന്റെ ജീവിതത്തിനകത്ത് ഒരു അനർത്ഥവും വരത്തില്ല. എന്താ പറയാൻ ഉറപ്പ്? ആ ജീവനകത്തിരിക്കുന്നത്. ഞാൻ എന്റെ പിതാവ് മൂലം ജീവിച്ചതുപോലെ നിങ്ങളും ജീവിക്കും. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മണ്ണ് തിന്നിട്ട് പട്ടുപോയി, പക്ഷേ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് പരസ്യ പ്രസ്താവന നടത്തിയ ജീവന്റെ അപ്പനാകുന്ന ക്രിസ്തു ഇന്നതിനകത്ത് വെളിപ്പെട്ടു വരുമ്പോൾ ഈ വചനം നോക്കി നീ ഭക്ഷിച്ചാൽ നിന്റെ ശരീരത്തിനകത്ത് ജീവൻ വ്യാപരിക്കട്ടെ. ഇവിടുത്തെ വലിയ സ്റ്റേഡിയങ്ങളിൽ, ഇവിടുത്തെ വലിയ മൈതാനങ്ങളിൽ, പബ്ലിക് ഗ്രൗണ്ടുകളിൽ ടെന്റടിച്ച് നമ്മൾ ഈ വചനത്തെ പ്രസ്താവിക്കും. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്നുള്ള കാൽവരി ക്രൂശിന്റെ മെസ്സേജിന് ഇവിടുത്തെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിനകത്ത് പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള എല്ലാ വഴികളും സാധ്യതകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുകയാണ്. ദൈവം ഭയങ്കര ദൗത്യത്തിന് വേണ്ടി നിന്റെ സഭയെ ഇന്ന് വേർതിരിക്കട്ടെ. അവസാനിപ്പിക്കുന്നു. ക്രൂശിൽ കിടക്കുന്ന ദൈവപുത്രനെ സ്വീകരിക്കാൻ ഇതുവരെ രംഗത്തില്ലാത്ത ഒരു മനുഷ്യനും കയറി വന്നു. അത് അരിമത്തിയിലെ യോസഫ. അരിമത്തിക്കാരനായ യോസഫിനെ കുറിച്ച് സ്തോത്രം പല സുവിശേഷങ്ങളിൽ പല വിശദീകരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം രഹസ്യ ശിഷ്യനാണെന്ന് പറഞ്ഞ ഒരാളുണ്ട്. സ്തോത്രം അരിമത്തിയിലെ ഒരു മന്ത്രിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അരിമത്തിയിലെ ശ്രേഷ്ഠ മന്ത്രി, ദ ഹോണറബിൾ മിനിസ്റ്റർ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആർക്കും ഇടപെടാൻ സാധ്യതയില്ലാത്ത ഒരു വിഷയത്തിനകത്ത് അരിമത്തി എന്നൊരു മന്ത്രിയെ കർത്താവ് കൊണ്ടുവരിക. പിതാവായ ദൈവത്തിന് നന്നായിട്ട് അറിയാം ഇത് പീലാത്തോസിനോട് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ അധികാരമുള്ള ഒരുത്തൻ വരണം. പത്രോസ് ചോദിച്ചാൽ ഈ ശരീരം കിട്ടത്തില്ല. യോഹന്നാൻ ചോദിച്ചാൽ ഈ ശരീരം കിട്ടത്തില്ല. എന്റെ ഭാഷ ഞാൻ പറയുക, റോമൻ ഗവർണറായ പീലാത്തോസിന്റെ അരമനയ്ക്കകത്ത് കയറി ചെന്ന് എനിക്ക് ദൈവപുത്രന്റെ ശരീരം വേണം എന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരുത്തനെ, അതുവരെ രംഗത്തില്ലാത്ത ഒരുത്തനെ ദൈവം അവനെ കൽപ്പിച്ചാക്കിയെങ്കിൽ വാഗ്ദത്തത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് നിന്നെ എത്തിക്കുവാൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലനമില്ലാതെ നിർജീവത്വമുള്ള ദൈവപുത്രന്റെ ശരീരത്തെ നോക്കി പിതാവാം ദൈവത്തിന്റെ മൗനമായി പറയാനൊരു ദൂതുണ്ട്. നീ എന്നോട് ചോദിച്ചില്ലേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന്? ഞാൻ കൈവിട്ടതല്ലടാ മോനെ, നിന്റെ ശരീരത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ, നിന്റെ ശരീരത്തെ പുനരുദ്ധരിപ്പിക്കാൻ, ഉലക ചരിത്രത്തിൽ ആർക്കും കൈമാറാത്ത ഒരു ഉയർപ്പിനെ നിന്റെ മേൽ കൽപ്പിച്ചാക്കേണ്ടതിനായി, നിന്റെ ഡെസ്റ്റിനേഷനിൽ നിന്നെ എത്തിക്കേണ്ടതിനായി, ഇതുവരെ നിന്റെ കൂടെ നിൽക്കാത്ത ഒരുത്തനെ എത്തിക്കാൻ പോകും. രഹസ്യ ശിഷ്യൻ, ദ ഹോണറബിൾ മിനിസ്റ്റർ. എന്താ ഇതുവരെ പരസ്യത്തിൽ കൊണ്ടുവരാന്? ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സാഹചര്യത്തെ കൊണ്ടുവരാനായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. മതപുരോഹിതന്മാര് ഹന്നാവും കയ്യഫാവും പീലാത്തോസും ഒക്കെ കരുതിയത് യേശുവിന്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാര് മുക്കുവന്മാരും മീൻ പിടിച്ചോണ്ട് നടന്നവരും വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാരാണെന്ന എല്ലാരും കരുതിയത്. പക്ഷെ എല്ലാവരുടെയും കണ്ണെത്താത്ത മണ്ഡലത്തിൽ മന്ത്രിയുടെ ഓഫീസിനകത്ത് വരെ അരിമത്യ പോലൊരു സംസ്ഥാനത്തെ ഭരിക്കുന്ന മന്ത്രി പോലും യേശു കർത്താവിന്റെ ശിഷ്യഗണത്തിനകത്തുണ്ടെങ്കിൽ ആത്മാവ് കൈമാറുകയാ. ഒരു ഗതിക്കും പരഗതിയും ഇല്ലാത്ത ഒരു കൂട്ടത്തെ കൊണ്ട് തുടങ്ങിയ, സമ്പത്തില്ലാത്ത, നന്മയില്ലാത്ത, 2 തവണ ടാക്സ് അടയ്ക്കാനില്ലാത്ത പീറ്ററിനെ പോലെ, പത്രോസിനെ പോലെയുള്ള ആളുകളെ മുൻനിരയിൽ നിർത്തി നടത്തിയ പദ്ധതികളെ പൂർത്തീകരിക്കാൻ മന്ത്രി രംഗത്തുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ എന്നോട് കർത്താവ് പറയാം, നിങ്ങളുടെ വിഷയത്തിനകത്ത് ആളുകൾ ഇടപെടാൻ പോവാ. ക്രൂശിലേക്ക് ശ്രദ്ധിച്ച് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ദൈവപുത്രന്റെ ശരീരം വേണമെന്ന് പറഞ്ഞ് ഈ വിഷയത്തിനകത്തേക്ക് മന്ത്രി ഇടപെടുക, മിനിസ്റ്റർ ഇടപെടുക.
ദൈവസഭയുടെ വിഷയത്തിനകത്ത് മന്ത്രിമാർ ഇടപെടാൻ പോവാ. ദൈവത്തിന്റെ പുത്രനോ, ദൈവത്തിന്റെ അഭിഷക്തനാകുന്ന ഞാൻ പ്രവചിക്കുന്നു, നിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ തിരുത്തപ്പെടാൻ പോകുന്നു. നിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ചെയ്യപ്പെടാൻ പോകുന്നു. ഇല്ലാത്ത ലിസ്റ്റിനകത്ത് നിന്റെ പേര് എഴുതി ചേർത്ത് നിന്റെ വാഗ്ദത്തത്തെ നിയമിക്കാൻ വേണ്ടി നിനക്ക് നിയമനം നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഡെസിഗ്നേഷനിൽ നിന്നെ കൊണ്ടിരിക്കേണ്ടതിന്, നീ കണ്ട വാഗ്ദത്തത്തിൽ നിന്നെ എത്തിക്കേണ്ടതിനായി മന്ത്രിസഭ ചർച്ച ചെയ്ത് അടുത്ത നിയമം പാസാക്കുമെന്ന് ആത്മനിയമത്തോടെ ഞാൻ പ്രവചിച്ചാൽ ഈ ദൂതിനെ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചു. ഗത്സമനയിൽ വെളിപ്പെടാത്തവർ. അരിമത്തിലെ യോസഫ് യേശുവിന്റെ രഹസ്യ ശിഷ്യനാണ്. അപ്പൊ ശിഷ്യന്മാരുടെ ഗണത്തിൽ സാധാരണക്കാര് മാത്രമല്ല, മന്ത്രിമാരവരുണ്ട്. മിനിസ്റ്റേഴ്സിനെ മെന്റർ ചെയ്യും, ബിസിനസ്സുകാരെ മെന്റർ ചെയ്യും, രാജ്യങ്ങളെ മെന്റർ ചെയ്യുവാൻ നിങ്ങളുടെ അഭിഷേകത്തിന്റെ കരത്തെ കർത്താവ് വർദ്ധിപ്പിക്കുന്നു. കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, രാജ്യങ്ങളുടെ മന്ത്രിമാരുമായിട്ട് നീ ഡീൽ ചെയ്യും. രാജ്യങ്ങളുടെ ഗസ്റ്റ് ആയിട്ട്, VIP ആയിട്ട് ചില എയർപോർട്ടുകളുടെ അകത്ത് കർത്താവ് കൊണ്ടു നിർത്തും. ചില ബിസിനസ്സുകാരുടെ പ്രൈവറ്റ് ജെറ്റിനകത്ത് യാത്രകളുണ്ട്. സാധ്യതകളൊന്നുമില്ല. പക്ഷെ കർത്താവ് പറയുന്നു, എന്റെ ഭക്തന്റെ പ്രൊഫൈലിനെ ഞാൻ മാറ്റാൻ പോയാ. ആരാധിക്കുന്ന മക്കളുണ്ടെങ്കിൽ സ്വീകരിച്ചു. നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ വിഷയത്തിനകത്ത് അധികാരം നീ ഉൾപ്പെടെ ഒരു തലമുറയ്ക്ക് അനുകൂലമായ ചില നിയമങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. ഈ ശിഷ്യൻ ഇതുവരെ ഒന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അച്ചവെള്ളം വീഞ്ഞാകിയപ്പോ ഈ മനുഷ്യരില്ല. യായിറോസിന്റെ കുഞ്ഞിനെ ഉയർപ്പിച്ചെടുത്ത് ഈ മനുഷ്യരില്ല. മറുരൂപമലയിൽ തേജസ് വെളിപ്പെടുത്തിയപ്പോ ഈ ശിഷ്യനില്ല. 3.5 വർഷത്തെ ശുശ്രൂഷയിൽ എങ്ങും കാണാത്തൊരു ശിഷ്യൻ വേണ്ട പ്രത്യക്ഷപ്പെടുന്നു. സ്തോത്രം. ഗത്സമനയിൽ വെളിപ്പെടാത്ത ശിഷ്യൻ, ഗബദയിൽ വെളിപ്പെടാത്ത ശിഷ്യൻ, ഗോൽഗോത്തയിൽ ഇതുവരെ വെളിപ്പെടാത്ത ശിഷ്യൻ, ഏകദേശം 6 മണി നേരം കഴിഞ്ഞപ്പോൾ നിക്കോദീമോസിന്റെ കൈയും പിടിച്ചോണ്ട് പീലാത്തോസിന്റെ അരമനക്കകത്തേക്ക് കയറി വന്ന് പറയുകയാ, എനിക്ക് വേണം നിന്റെ ശരീരത്തെ, എനിക്കിത് വിട്ടുതന്നെ പറ്റത്തല്ലെന്ന് പീലാത്തോസിന്റെ മുഖത്ത് വന്ന് പറയാൻ തന്റെ അരമനത്തിനെ കൊണ്ടുവന്നെങ്കിൽ ഇതുവരെ കേറി വരാത്ത ആളുകൾ നിങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്നു. ഇന്റർനാഷണൽ ഗസ്റ്റുകൾ നിനക്ക് വേണ്ടി വരാൻ പോകുന്നു. റൂമിംഗ് കോളുകൾ നിനക്ക് വേണ്ടി വരാൻ പോകുന്നു. അത്ഭുതത്തിന്റെ ഇമെയിലുകൾ വരാൻ പോകുന്നു. അത്ഭുതത്തിന്റെ ഡോക്യുമെന്റുകൾ, PDF ഫയലുകൾ അറ്റാച്ച് ചെയ്ത ഇമെയിലുകൾ ചില ദൈവഭക്തന്മാർക്ക് വേണ്ടി വരാൻ പോകുന്നു. വാഗ്ദത്തമുള്ള ദൈവഭക്തനെ നിന്റെ വാഗ്ദത്തത്തെ ചലിപ്പിക്കേണ്ടതിനായി, നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ആയി പരിശുദ്ധാത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോയ ഒരു വാക്കുകൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വാഗ്ദത്തം മരിക്കത്തില്ല. കാരണം വാഗ്ദത്തം ചലിക്കാൻ ഒരു സാധ്യത ഇല്ലെന്ന് പറയുമ്പോ ഇതുവരെ ഇല്ലാത്ത ഹൈ പ്രൊഫൈലിൽ ഒരാൾ ഇറങ്ങി. വിശ്വസിക്കുന്നത് 6 മണി നേരം ആകുന്നവരെ അരിമത്തിയിലെ മന്ത്രിസഭയ്ക്കകത്ത് ഭയങ്കര ചർച്ചയാണ്. റോമൻ പടയാളികളെ ചർച്ച ചെയ്തു, ഇവൻ തീർന്നു. മതപുരോഹിതന്മാരെ ചർച്ച ചെയ്ത് ഇവൻ അവസാനിച്ചു. പക്ഷെ തൊട്ടപ്പുറം അടുത്ത സംസ്ഥാനത്ത് ഭയങ്കര ഡിസ്കഷൻ നടക്കുക. മന്ത്രിസഭയ്ക്കകത്ത് രണ്ട് പുതിയ ബില്ലുമായിട്ട് യോസഫ് എഴുന്നേൽക്കുക. സ്തോത്രം. നമുക്ക് അവന്റെ ശരീരത്തെ പിടിക്കണം. അരിമത്തിയിലെ യോസഫ് വന്ന് പറയുന്നത്, യേശുവിന്റെ ശരീരം എനിക്ക് വേണം, ബോഡി ഓഫ് ക്രൈസ്റ്റ്. അത് പുതുനിയമ വെളിപ്പാടനുസരിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റ് ദൈവസഭയാ. എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭ. എഫേസ്യ ലേഖനം 1:23. യേശുവിന്റെ ശരീരം സഭയാ. ദൂതിത യേശുവിന്റെ ശരീരമാകുന്ന സഭയെ പ്രൊട്ടക്ട് ചെയ്യാൻ മന്ത്രിമാർ എഴുന്നേൽക്കുന്നു. യേശുവിന്റെ ശരീരമാകുന്ന സഭയെ സംരക്ഷിക്കുവാൻ. എന്റെ പരിശുദ്ധനെ ദ്രവത്താൻ കാണത്തില്ലെന്ന് പറഞ്ഞ ദൈവസഭയുടെ വാഗ്ദത്തം അങ്ങനെ ഒരാളെ കർത്താവ് കൊണ്ടുവരും. അങ്ങനെ ഒരു ഡിവൈൻ കണക്ഷൻ കർത്താവ് തരും. ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങൾ ദൈവം കൽപ്പിച്ചാൽ അരിമത്തിയിലെ യോസഫ് വന്ന
ശരീരത്തെ വാങ്ങി. കൂടെ നിക്കോദേമോസും ഉണ്ട്. ഇവർ ഈ ശരീരത്തെ വാങ്ങിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ നീതിയാണ്. യേശുവിന്റെ ചരിത്രം തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല. യേശുവിന്റെ ചരിത്രം തുടങ്ങുന്നത് ദാവീദ് ഗൃഹത്തിലെ യോസഫിന്റെ അതിരിനകത്താ. ആ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 6-ാം മാസത്തിൽ ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി കൈമാറിയ ദൈവിക വാഗ്ദത്തം മറിയയുടെ ഉദരത്തിനകത്ത് ജനിച്ചപ്പോ ഒരു കുഞ്ഞിനെ ജനിക്കാനോ വളരാനോ സാധ്യതയില്ലാത്ത ഒരു യൂട്രസിനകത്ത് 9 മാസവും 9 ദിവസവും 9 വിനാഴികയും ഒരു കുഞ്ഞിനെ ദൈവം വളർത്തി. ഈ കുഞ്ഞിനെ പൂർണ്ണ കൺസീവ് ആയിരിക്കുന്ന ഈ സഹോദരി ഈ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ഇവൾ യാത്ര ചെയ്യുകയാ. യാത്രാമധ്യത്തിൽ ഈ സഹോദരി മറിയ എന്ന് പറയുന്ന സഹോദരി കുഞ്ഞിനെ ഡെലിവറി ചെയ്യുന്നു. ഈ പ്രസവിച്ചിട്ടിരിക്കുന്ന കുഞ്ഞിനെ കിടത്താൻ ഒരു സ്ഥലമില്ല. ബൈബിൾ ഇങ്ങനെ എഴുതി, വഴിയമ്പലത്തിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് കാലിത്തൊഴുത്തിൽ പശുക്കളുടെ കൂട്ടത്തിൽ ഒരു പുൽക്കൂടിനകത്ത് ആ കുഞ്ഞിനെ കൊണ്ട് കിടത്തി. സ്തോത്രം, ഹല്ലേലൂയ. ഈ കുഞ്ഞിനെ കിടത്താൻ ഒരു സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അതുപോലൊരു ദാരിദ്ര്യത്തിനകത്താണ് ജനിച്ചത്. ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ കുഞ്ഞിനെ അവകാശത്തിനകത്ത് സ്വീകരിക്കുവാൻ അവിടെ ഒരു അപ്പനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ മനുഷ്യന്റെ പേര് യോസഫ് എന്നാണ്. അത് സാധാരണ യോസഫ് അല്ല, അത് ദാവീദ് ഗൃഹത്തിലെ യോസഫാ. ദാവീദ് ഗൃഹത്തിലെ യോസഫ് അദ്ദേഹം ഒരു തച്ചന, ആശാരിയാണ്, ഒരു കാർപ്പന്റർ ആണ്. ഒരു കാർപ്പന്ററിന്റെ വീടിന്റെ പരിമിതി നമുക്കറിയാം. ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ ദരിദ്രനായ ഒരു യോസഫിന്റെ കയ്യിലേക്ക് ജനിച്ചു വീണ യേശുവിനെ കർത്താവ് കൈമാറിയത്. ഒടുവിൽ നിയോഗത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം എഴുതി, ഇനി ഞാൻ കൊണ്ടുവരുന്ന യോസഫ് ദരിദ്രനായ യോസഫ് അല്ല, അരിമത്തിയിലെ മന്ത്രിയായ ധനികനാകുന്ന യോസഫ്. യേശുവേ, നിന്റെ ചരിത്രം തുടങ്ങിയത് ദരിദ്രനായ പിതാവിന്റെ കരത്തിലാണെങ്കിൽ നിന്റെ ചരിത്രം അവസാനിക്കുന്നത് സമ്പന്നനായ പിതാവിന്റെ കരത്തിൽ. ജനിച്ചത് ദരിദ്രന്റെ വീട്ടിൽ, ചരിത്രം തുടങ്ങിയത് ദരിദ്രന്റെ വീട്ടിൽ. വഴിയമ്പലത്തിൽ പോലും സ്ഥലമില്ലാതെ കന്നുകാലികളുടെ കൂട്ടത്തിൽ കാലിത്തൊഴുത്തിൽ കൊണ്ട് കുഞ്ഞിനെ കിടത്തണ്ട ദുരവസ്ഥ വന്ന ദരിദ്രനായ ഒരു പിതാവിന്റെ യോസഫിന്റെ കരത്തിൽ തുടങ്ങിയ ദൈവരാജ്യത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് വന്നപ്പോൾ മറ്റൊരു യോസഫിനെ കർത്താവ് രംഗത്ത് കൊണ്ടുവരുന്നു. ഈ യോസഫ് ദരിദ്രനല്ല, ആ സംസ്ഥാനത്തിൽ വെച്ച്, ആ പട്ടണത്തിൽ വെച്ച് ഏറ്റവും സമ്പന്നനായവനെ ദൈവം അവന് വേണ്ടി കരുതിയെങ്കിൽ ആത്മാവ് ചിലർക്ക് ദൂരം പകരുകയാ. നീ തുടങ്ങിയത് ദരിദ്രനായ പിതാവിന്റെ വീട്ടില്, പക്ഷെ നിന്റെ അവസാനം സമ്പന്നന്മാരോടുകൂടെ. യേശുവിന്റെ നാമത്തിൽ ജയം. തുടങ്ങിയത് ദാരിദ്ര്യത്തിൽ, തീർന്നത് സമ്പന്നതയിൽ. തുടങ്ങിയപ്പോൾ ഒരു യോസഫ് ഉണ്ട്, ഒടുവിൽ ഒരു യോസഫ് ഉണ്ട്. സ്തോത്രം. വാഗ്ദത്തം ജനിച്ചപ്പോൾ ഒരു യോസഫ്, ദരിദ്രനായ ഒരു യോസഫ്. വാഗ്ദത്തം പൂർത്തീകരിച്ചപ്പോൾ സമ്പന്നനായ ഒരു യോസഫ്. ഏതൊക്കെയോ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് കർത്താവ് ഈ ദൂതിനെ കൈമാറുകയാണ്. നീ ജനിച്ചതും വളർത്തപ്പെടുന്നതുമൊക്കെ ഒരു ദാരിദ്ര്യത്തിന്റെ സാഹചര്യത്തിനകത്താണെങ്കിലോ നിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ നിന്നെ മഹത്വത്തിന്റെ ഉന്നത തലങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. നിന്റെ സ്ഥിതി മാറും, നിന്റെ അവസ്ഥ മാറും, നിന്റെ സാഹചര്യം മാറും, നിന്റെ ബന്ധനത്തെ കർത്താവ് പൊട്ടിക്കും. അതിനെ ഉറപ്പിക്കാൻ ഇയ്യോബ് ഒരു വാക്യം ഇങ്ങനെ എഴുതി. ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യം, നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതിയോ അതിമഹത്തായിരിക്കും. കുഞ്ഞാ, നീ തുടങ്ങിയത് ശൂന്യതയ്ക്കകത്തിന്ന, പക്ഷെ നിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ദൈവം നിന്റെ സിസ്റ്റത്തെ മുഴുവൻ തിരിക്കാൻ പറയാ. ജാതികൾക്ക് വായ്പ കൊടുക്കാൻ പാകത്തിൽ നിന്റെ കരത്തെ കർത്താവ് നിറയ്ക്കുന്നു. ആയിരങ്ങളെ 10,000-ങ്ങളെ തീർക്കരത്തേക്ക് വലിച്ചെടുക്കാൻ പാകത്തിൽ നിന്റെ അഭിഷേകത്തെ കർത്താവ് വർദ്ധിപ്പിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം തട്ടി വായി തുറന്ന് ഈ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു. ദരിദ്രന്റെ അതിരി തുടങ്ങിയതിനെ സമ്പന്നന്റെ അതിരിനകത്ത് കൊണ്ടുവച്ചു. രണ്ടും യോസഫ്. ഈ യോസഫിന്റെ കല്ലറയുടെ മുമ്പിലേക്ക് 2 സഹോദരിമാരും, സ്തോത്രം, 3 സഹോദരിമാരും മറ്റു ചില സഹോദരിമാരും കൂടെ വരുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ദൂതന്മാര് പറയാം, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവനെ ഗത്സമനയിൽ ഒറ്റിക്കൊടുത്തു, അവനെ ഗബദയിൽ മുറിവേൽപ്പിച്ചു, അവനെ ഗോൽഗോത്തയിൽ തകർത്തു, അവനെ കല്ലറയ്ക്കകത്ത് കൊണ്ട് അടക്കം ചെയ്തു. ഇതെല്ലാം ഉണ്ടെങ്കിലും അവന്റെ വാഗ്ദത്തത്തെ തൊടാൻ പറ്റിയില്ല. ഇന്ന് രാത്രി
ഈശോയെ എന്റെ വാക്കുകൾക്ക് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ഒരിക്കൽ കൂടെ ആ വാചകം പ്രൊഫറ്റിക്കലി കൈമാറുക. നിന്നെ തള്ളി പറയാൻ പറ്റോ, നിന്നെ മുറിവേൽപ്പിക്കാൻ പറ്റോ, നിന്നെ തകർക്കാൻ പറ്റും, നിന്നെ പരസ്യകൊലവാക്കാൻ പറ്റും, പക്ഷെ നിന്റെ വാഗ്ദത്തത്തെ തൊടാൻ, അപ്പൻ നിന്നോട് പറഞ്ഞ ദൈവ ശബ്ദത്തെ തൊടാൻ ഒരു രോഗത്തിനും ഒരു മന്ത്രവാദത്തിനും ഒരു ശാപത്തിനും ഒരു പൈശാചിക മണ്ഡലങ്ങൾക്ക് കഴിയാതെയുണ്ട്. ദൈവത്തിന്റെ മഹത്വത്തെ കർത്താവ് നിനക്ക് വേണ്ടി പറയുക. ദൂതനെ പിടിക്കുന്നവരുണ്ടോ? ഈ ദൂതനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? എന്റേതാണെന്ന് സ്വീകരിക്കുന്ന നിനക്ക് വേണ്ടി കർത്താവ് കൈമാറുക. ഇത് പിടിച്ചോണ്ട് നീ മടങ്ങിപ്പോകും. എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമൊന്ന് ഉയർത്തിക്കേ. കരമുയർത്തിയുടെ സ്വസ്ഥാനത്ത് ചാടി എഴുന്നേറ്റ് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ച് ഈ ദൂതിനെ റിസീവ് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ബൈബിളുകളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് അടുത്തിരിക്കുന്നവരെ നോക്കരുത്, കൂടെ നിൽക്കുന്നവർ എന്ത് കരുതുമെന്ന് വിചാരിക്കരുത്. ഇന്ന് നിന്നോട് നിന്റെ അപ്പൻ പറഞ്ഞ വാഗ്ദത്തത്തെ അവൻ നിനക്ക് വേണ്ടി നിവർത്തിക്കാൻ പോവുകയാ. സാധ്യതകളൊന്നും നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലോ നിന്റെ ജീവിതത്തെ അത്ഭുതമാക്കാൻ കഴിയുന്ന ദൈവം നിരാശയുടെ മൂടുപടത്തിനകത്ത് നിന്നു അത്ഭുതത്തിന്റെ കാലഘട്ടത്തിലേക്ക് നിന്നെ മാറ്റാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് നിനക്ക് വ്യാപരിക്കുന്നു. അത് വിശ്വസിക്കുന്നവരുടെ കണ്ണുകളെല്ലാം അടയട്ടെ. ആ വായ് തുറന്ന് അതരം ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ആത്മനിയമത്തോടെ ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. വീണ്ടും വീണ്ടും എന്റെ കാതിൽ ഞാൻ ആ ശബ്ദം കേൾക്കുകയാണ്. വാഗ്ദത്തം മരിക്കുകയില്ല, വാഗ്ദത്തം മരിക്കുകയില്ല. നിന്നെ തകർക്കാൻ പിശാച് പദ്ധതിയിട്ടാലോ ശത്രുക്കൾ നിന്റെ മേലെ ഉയർന്നു വന്നെന്ന് പറഞ്ഞാലോ നീ തീരത്തില്ല, നീ അവസാനിക്കത്തില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് 24 മണിക്കൂർ നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം ഇന്ന് അത്ഭുതകരമായിട്ട് വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ശക്തിയോടെ വ്യാപരിച്ച് വായ് തുറന്ന് അഭിഷേകത്തോടെ ദൈവത്തിന്റെ മഹത്വം കാട്ടയോ. Jesus.